നമസ്കാരം. മനോഹരമായ വീടുകൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള മാർഗനിർദ്ദേശങ്ങളുമായി കേരളത്തിൽ നിർമ്മിച്ച നല്ല വീടുകളുടെ നിർമ്മാണ ശൈലികൾ പരിചയപ്പെടുത്തുന്ന വാസ്തു പരമ്പരയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് കൈരളി ടിവിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. രണ്ട് വീടുകളുടെ രൂപകൽപ്പനാ ശൈലികളാണ് ഞങ്ങൾ ഇന്നത്തെ എപ്പിസോഡിൽ പരിചയപ്പെടുത്തുന്നത്. 2 ഏക്കറോളം വലുപ്പമുള്ള വലിയൊരു പ്ലോട്ടിൽ 7000 സ്ക്വയർ ഫീറ്റ് വലുപ്പത്തിൽ നിർമ്മിച്ച ഒരു വീടാണ് അതിൽ ആദ്യത്തേത്. മലപ്പുറം ജില്ലയിൽ കോട്ടയ്ക്കലിനടുത്ത് കോഡൂർ പഞ്ചായത്തിൽ നിർമ്മിച്ച ഒരു വീട്. ബഹ്റൈൻ, ദുബായ്, ജിദ്ദ തുടങ്ങിയ ഗൾഫ് രാജ്യങ്ങളിൽ ബദർ അൽ സമ എന്ന പേരിൽ ഹോസ്പിറ്റൽ ശൃംഖല നടത്തുന്ന ശ്രീ PA മുഹമ്മദിൻ്റെതാണ് ഈ വീട്. ശരിക്കും ഒരു ഗൾഫ് മലയാളിയുടെ പ്രൗഢിക്കനുസരിച്ച് നിർമ്മിച്ച ഒരു വീട്. കണ്ടംപററി സ്റ്റൈൽ ഹോം ഡിസൈൻ അനുസരിച്ച് നിർമ്മിച്ച അതീവ സുന്ദരമായൊരു വീട്. മലപ്പുറം ജില്ലയിൽ കോഡൂർ പഞ്ചായത്തിലെ വിശാലമായൊരു പാടത്തിനോട് ചേർന്നുള്ള 2 ഏക്കർ വരുന്ന പുരയിടത്തിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. 7000 സ്ക്വയർ ഫൂട്ടാണ് ഈ വീടിന്റെ വലിപ്പം. ൾക്ക് വേണ്ടിയുള്ള 2 കിടപ്പറകളാണ്. ഒന്നിത്, ഇത് രണ്ടാമത്തേതും. ഈ ഹോം തിയേറ്ററും 3-ാം നിലയിലുണ്ട്. പിന്നെ ഈ അപ്സ്റ്റെയർ ബാൽക്കണിയും. ഇങ്ങനെ 5 കിടപ്പറകളും അനുബന്ധ സൗകര്യങ്ങളുമായി ഒരുക്കിയതാണ് ഈ വീട്. നവീന വാസ്തുകലയുടെ ഒട്ടേറെ സൗന്ദര്യാംശങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു വീട്. ഗൾഫിലെ വിവിധ രാജ്യങ്ങളിൽ ബദർ അൽ സമ എന്ന പേരിലുള്ള ആശുപത്രി ശൃംഖലയുടെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ PA മുഹമ്മദിൻ്റെതാണ് ഈ വീട്. ഭാര്യ അസ്മ, മക്കളായ ഫർസാന, നസ്റിൻ, ഫിർസത്ത് എന്നിവർ കൂടിയുണ്ട് ശ്രീ PA മുഹമ്മദിനൊപ്പം ഈ വീട്ടിൽ. കോഡൂരിൽ തന്റെ തറവാട് വീടിനോട് ചേർന്നുള്ള വിശാലമായ പുരയിടത്തിൽ ആധുനിക ശൈലിയിലുള്ള ഒരു വീട് എന്ന കാഴ്ചപ്പാടിലാണ് ശ്രീ PA മുഹമ്മദ് ഈ വീട് നിർമ്മിച്ചത്. എൻ്റെ തറവാടിനോടടുത്തുള്ള പ്ലോട്ടിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഏകദേശം 7 ഏക്കറോളം വരുന്ന ഈ സ്ഥലത്ത് അതിൽ നിന്നും 2 ഏക്കർ ഭാഗിച്ചെടുത്താണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു 5 ബെഡ്റൂം സൗകര്യങ്ങളോട് കൂടിയ ഒരു വീട് ഉണ്ടാക്കണമെന്നായിരുന്നു എൻ്റെ കൺസെപ്റ്റ്. അതിനോടനുബന്ധിച്ച് സൗകര്യങ്ങളുള്ള ഒരു ലിവിംഗ് റൂം, ഡൈനിങ് ഹാൾ, കിച്ചൺ എന്നിവയും ഉണ്ടാവണമെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കണ്ടംപററി പാറ്റേണിലുള്ള ഒരു വീട് എന്നതിനൊപ്പം വീട് നിർമ്മിക്കുന്ന പ്ലോട്ടിന്റെ സവിശേഷത കൂടി കണക്കിലെടുത്ത് മനോഹരമായൊരു ലാൻഡ്സ്കേപ്പ് വർക്ക് കൂടിയുള്ള വീട് എന്നതും ശ്രീ PA മുഹമ്മദിന്റെ ആഗ്രഹമായിരുന്നു. ഈ പ്ലോട്ടിൻ്റെ
പടിഞ്ഞാറ് ഭാഗം വളരെ വിശാലമായ ഒരു പാടമാണ്. ഈ പാടത്തിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ബെഡ്റൂമുകൾ ഉണ്ടാക്കണമെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ബാൽക്കണികളും നല്ല ഒരു ഗാർഡനും ഉണ്ടാക്കണമെന്ന് കൂടി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ വീടിന് പ്ലാൻ ചെയ്തിട്ടുള്ളത്. 2 ഏക്കറോളം വരുന്ന പ്ലോട്ടിന്റെ വലിപ്പം പൂർണ്ണമായി പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീടാണിത്. റോഡരികിലായി ഗേറ്റിൽ നിന്നും വീടോളം നീളുന്ന നീണ്ട ഡ്രൈവേയുടെ ഇരുവശങ്ങളിലുമായി ഗാർഡൻ, വീടിന്റെ തെക്ക് പടിഞ്ഞാറൻ വശങ്ങളിലായി വിശാലമായ ലോണിന്റെ അരികു ചേർന്ന് വാക്ക്വേ, ആംഫി തിയേറ്റർ. ഇങ്ങനെ പ്ലോട്ടിന്റെ വലിപ്പം നന്നായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീടാണിത്. പ്ലോട്ടിന്റെ ലെവൽ ഡിഫറൻസ് കൂടി വീടിന്റെ ഡിസൈനിൽ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ബാക്ക് സൈഡിലായി ബേസ്മെന്റ് ഫ്ലോർ പോലെയാണ് കാർ പോർച്ചുകൾ ഒരുക്കിയത്. പില്ലറുകളിൽ ഫ്ലോർ ഒരുക്കിയാണ് ആ ഭാഗത്തെ നിർമ്മാണം. 7 ഏക്കറോളം വലിപ്പമുള്ള പാടത്തിന്റെ അരികു ചേർന്നാണ് ഈ വീട് നിർമ്മിച്ച പ്ലോട്ട്. പാടത്തെയും പുരയിടത്തെയും വേർതിരിക്കുന്ന മനോഹരമായ കോമ്പൗണ്ട് വാളും നിർമ്മിച്ചിട്ടുണ്ട്. റോഡരികിലായാണ് ഗേറ്റ്. സെക്യൂരിറ്റി ക്യാബിൻ കൂടി നൽകിയാണ് ഗേറ്റിന്റെ നിർമ്മാണം. ഓട്ടോമാറ്റിക്കായി തുറക്കാനും അടയ്ക്കാനുമാകുന്ന കാർ ഗേറ്റ്, ഒരു വശത്തായി പെഡസ്ട്രിയൻ ഗേറ്റ്. ഇങ്ങനെയാണ് കവാടമൊരുക്കിയത്. ഗേറ്റ് കടന്നാൽ നീണ്ട പേവ്മെന്റ് ടൈൽസ് വിരിച്ചാണ് ഡ്രൈവേ ഒരുക്കിയത്. വശങ്ങളിൽ ഭംഗിയാർന്ന പൂച്ചെടികളുമുണ്ട്. ഈ ഡ്രൈവേ നീളുന്നത് സിറ്റ് ഔട്ടിനരികിലേക്കാണ്. എക്സ്റ്റീരിയർ ഡിസൈനിൽ കണ്ടംപററി സ്റ്റൈലാണ് ഈ വീടിന് സ്വീകരിച്ചത്. എങ്കിലും റൂഫിംഗ് പാറ്റേണിൽ സ്ലോപ്പിംഗ് സ്റ്റൈലാണ്. അതാകട്ടെ പല ലെവലിലായാണ് നൽകിയത്. സ്ലോപ്പിംഗ് റൂഫിന് ആവരണമായി ഷിംഗിൾസ് ഷീറ്റ് പതിച്ചു. ലിവിങ് റൂമാണ്. ഇത് വളരെ സ്വകാര്യതയോട് കൂടിയിട്ടാണ് ഉള്ള ഒരു റൂമായിട്ടാണ് ഞാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഞാൻ ഗൾഫിൽ നിന്ന് വരുമ്പോൾ എന്നെ കാണാൻ വരുന്ന വിസിറ്റേഴ്സിന് സൗകര്യപ്രദമായ രീതിയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ തൊട്ടടുത്തായി ഒരു വാഷ്റൂമും നിർമ്മിച്ചിട്ടുണ്ട്. ഈ വീട്ടിലുള്ളവരുടെ പ്രൈവസിയെ ബാധിക്കാത്ത രീതിയിലാണ് ഇതിൻ്റെ പൊസിഷൻ. ഈ കാണുന്ന ഫർണിച്ചറുകളെല്ലാം ഞാൻ തന്നെ ദുബായിൽ നിന്ന് പ്രത്യേകമായി സെലക്ട് ചെയ്തതാണ്. ിലൂടെ ഇടത്തോട്ട് നീങ്ങിയാലാണ് ഈ വീടിന്റെ കോർ ഏരിയകളിലേക്ക് എത്തുന്നത്. ഒരു ട്രാഫിക് ജംഗ്ഷൻ പോലെ ഒരുക്കിയ ഇടമാണ് തൊട്ടു മുന്നിൽ. ഡൈനിങ് സ്പേസ്, സ്റ്റെയർകേസ് ഏരിയ, ഗ്രൗണ്ട് ഫ്ലോറിലെ 2 കിടപ്പറകൾ എന്നിവിടങ്ങളിലേക്കെല്ലാം മൂവ് ചെയ്യാവുന്നത്
ഈ ട്രാഫിക് ജംഗ്ഷനിൽ നിന്നാണ്. വളരെ ഫോർമലായ ഒരു ഡൈനിങ് സ്പേസ് ആണ് ആദ്യം. റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ഡൈനിങ് അറേഞ്ച്മെന്റ്. തൊട്ടരികെ ഒരു പെർഗോള റൂഫിന് താഴെയായി നല്ലൊരു ഫാമിലി സിറ്റിംഗ് സ്പേസുമുണ്ട്. ഈ ഫോർമൽ ഡൈനിങ്ങിനപ്പുറം തൊട്ടടുത്ത മുറിയിൽ ഒരു ലേഡീസ് ഡൈനിങ്ങും ഇവിടെയുണ്ട്. ഈ വീടിന് 3 ഡൈനിങ് ഏരിയകളുണ്ട്. ഇത് ഫോർമൽ ഡൈനിങ് ഏരിയ. ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്ക് ഉപയോഗപ്പെടുത്താവുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. രണ്ടാമതായി ഇവിടെ വരുന്ന ലേഡീസ് ഗസ്റ്റിന് ഉപയോഗിക്കേണ്ട രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. മൂന്നാമത്തെ കിച്ചണകത്തും ഒരു ചെറിയ ഡൈനിങ് ഹാളുണ്ട്. ഇത് വീട്ടുകാർക്ക് ഉപയോഗപ്പെടുത്തുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. വളരെയേറെ ആയിരുന്നു എൻ്റെ റിക്വയർമെൻറ്റ്. താഴെ നിലയിൽ 2, ഫസ്റ്റ് ഫ്ലോറിൽ 1, ഏറ്റവും മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമുകളായിട്ടാണ് ഇതിൻ്റെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. എല്ലാ ബെഡ്റൂമുകളും പടിഞ്ഞാറോട്ടുള്ള വയലിലേക്ക് വീകുട്ടുന്ന രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. എല്ലാ ബെഡ്റൂമുകളും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. എല്ലാ ബെഡ്റൂമുകൾക്കും ഡ്രസ്സിംഗ് റൂമും വാർഡ്രോബും നിർമ്മിച്ചിട്ടുണ്ട്. ഇതൊരു കണ്ടംപററി ഇതേ ഫ്ലോറിൽ 2 കിടപ്പറകൾ കൂടി ഈ വീട്ടിലുണ്ട്. അതിലൊന്ന് ഇതാണ്. ഈ നിലയിലെ അടുത്തതും
ഈ വീട്ടിലെ 5ാമത്തേതുമായ കിടപ്പറ ഇതാണ്. വെൽ ഫർണിഷ്ഡ് ആയ ഒരു കിടപ്പറ. ടോപ്പ് ഫ്ലോറിലായി ഒരു ബാൽക്കണി സ്പേസ് കൂടി ഈ വീട്ടിലുണ്ട്. പടിഞ്ഞാറൻ പാടത്തു നിന്ന് വീശുന്ന കാറ്റേറ്റിരിക്കാവുന്ന ഒരു ബാൽക്കണി സ്പേസ്. താഴെയുള്ള ഗാർഡന്റെ ഭംഗി ആസ്വദിക്കാവുന്ന ഒരിടം കൂടിയാണിത്. വീടിന്റെ പിന്നിലായി 3/4 ഏക്കറോളം സ്ഥലം ഇവിടെ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട്. നല്ല ലോൺ, അതിനരികിലായി പൂച്ചെടികൾ, ആംഫി തിയേറ്റർ, പ്രഭാത നടത്തത്തിനും സായാഹ്ന നടത്തത്തിനും യോജിക്കുന്ന വാക്ക്വേ എന്നിവയൊക്കെ ഈ ഗാർഡനിലുണ്ട്. ഈ വീട് നിർമ്മിക്കുമ്പോൾ തന്നെ നല്ലൊരു ഗാർഡൻ കൂടി ഉണ്ടാവണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ 2 ഏക്കർ സ്ഥലത്ത് വീട് നിർമ്മിച്ചപ്പോൾ അതിൻ്റെ മുമ്പിലും പിറകിലുമായി ഓരോ ഗാർഡൻ നിർമ്മിച്ചിട്ടുണ്ട്. ഗാർഡനിൽ മോർണിംഗ് ഈവനിങ് വാക്കിന് വേണ്ടിയിട്ടുള്ള വാക്ക്വേ കൂടി നിർമ്മിച്ചിട്ടുണ്ട്. കൂടാതെ എല്ലാ ബെഡ്റൂമുകളിൽ നിന്നും ഗാർഡനിലേക്കുള്ള വ്യൂ കിട്ടുന്ന രീതിയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. മനോഹരമായ എക്സ്റ്റീരിയർ, ഭംഗിയാർന്ന ഉൾത്തള സജ്ജീകരണങ്ങൾ, അതീവ സുന്ദരമായ ലാൻഡ്സ്കേപ്പ് വർക്ക്. ഒരു നല്ല വീടിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ ഒരു വീടാണിത്. മലപ്പുറം ജില്ലയിലെ തന്നെ ഏറെ ശ്രദ്ധേയമായ ഒരു പാർപ്പിട നിർമ്മിതി.